നമസ്കാരം. പ്രധാന വാർത്തകൾ. സി സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ എംപിയായി സി സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിലാണ് സി സദാനന്ദൻ സത്യവാചകം ചൊല്ലിയത്. രാവിലെ 11-ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹരീഷ് വർദ്ധൻ ശിഗ്ല, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. നിമിഷപ്രിയയുടെ മോചനം. കാന്തപുരത്തെ സന്ദർശിച്ച ചാണ്ടിയുമ്മൻ. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നതിനിടെ ചാണ്ടിയുമ്മൻ MLA കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചു. മർക്കസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെങ്കിലും മാപ്പ് നൽകുന്നതിന് തലാലിന്റെ കുടുംബം തയ്യാറായിട്ടില്ല. അനിശ്ചിതത്വത്തിനിടെയാണ് കൂടിക്കാഴ്ച നടന്നത്. മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകി. ഇനി കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ഉണ്ടാവില്ല. കേരള സർക്കാരും ഗവർണർ രാജേന്ദ്ര അർലേക്കറും തമ്മിൽ നടന്നുവന്ന ശീതയുദ്ധത്തിന് സമാപ്തി. ഇന്നലെ നടന്ന മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരുകിയത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ പിടിവാശി ഉപേക്ഷിക്കാൻ ഗവർണർ തയ്യാറായിട്ടുണ്ട്. സർക്കാർ പരിപാടികളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ഉണ്ടാവില്ലെന്ന് ഗവർണർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അനൌദ്യോഗിക പരിപാടികളിലും ഭാരതാംബയെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കും. ചിത്രം വന്നതിൽ ഗൂഢാലോചനയില്ലെന്നും മുഖ്യമന്ത്രിയോട് ഗവർണർ പറഞ്ഞു. സർക്കാർ പട്ടിക അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർ സമ്മതിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വൈസ് ചാൻസലർമാരെ ഉടൻ തീരുമാനിക്കുകയും ചെയ്യും. കാർത്തികപ്പള്ളി ഗവൺമെന്റ് സ്കൂളിനുള്ളിൽ കയ്യാങ്കളി. പരസ്പരം പാത്രവും ബക്കറ്റും വലിച്ചെറിഞ്ഞ് CPM കോൺഗ്രസ് പ്രവർത്തകർ. കെട്ടിടം തകർന്ന ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ സംഘർഷം. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം CPM തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്കേറ്റു. സ്കൂളിൽ ക്ലാസ് നടക്കുന്നതിനിടെയാണ് CPM കോൺഗ്രസ് സംഘർഷം നടന്നത്. ഉച്ചഭക്ഷണത്തിന് തയ്യാറാക്കി വെച്ച പാത്രങ്ങളും കസേരകളും വലിച്ചെറിഞ്ഞു. സ്കൂൾ കോമ്പൗണ്ടിലെ പൈപ്പ് പൊട്ടി. മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പതിവ് നടത്തത്തിനിടെ ഉണ്ടായ തലകറക്കത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. രോഗനിർണയ പരിശോധനകൾ നടത്തിവരികയാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. 2 ദിവസം വിശ്രമിക്കാൻ അദ്ദേഹത്തോട് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് സ്റ്റാലിന്റെ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഒരാൾ മരിച്ചു. പത്തനംതിട്ട കൊടുമൺ രണ്ടാംകുറ്റിയിലാണ് സംഭവം. 48-കാരി ലീലയാണ് മരിച്ചത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലീലയെ കണ്ടെത്തിയത്. അമിതമായി ഗുളികകൾ കഴിച്ച ഭർത്താവിനെയും മകനെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവരുടെ ഒരു മകൻ എറണാകുളത്ത് ജോലി ചെയ്യുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ലീലയും ഭർത്താവും മകനും ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. അതുല്യയുടെ മരണം. ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായിരുന്നു കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷ്. ഇക്കാര്യം കമ്പനി സതീഷിനെ അറിയിച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പാണ് സതീഷ് ജോലിയിൽ പ്രവേശിച്ചത്. കോട്ടയത്ത് കരിക്കിടാൻ കയറിയ യുവാവിനെ തെങ്ങിന്റെ മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തലയോലപ്പറമ്പ് തേവലക്കാടാണ് സംഭവം. ഉദയനാപുരം സ്വദേശി ഷിബു ആണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ കരിക്കിടാൻ പോയ ഷിബുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഓലമടലുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി. സംസ്ഥാനത്ത് നാളെ പൊതു അവധി. 3 ദിവസം ദുഃഖാചരണം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ജൂലൈ 22 മുതൽ സംസ്ഥാനത്തൊട്ടാകെ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ബാങ്കുകൾക്കും അവധി ബാധകമാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. VSന്റെ ജീവിത ചരിത്രമെന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഇന്ന് രാത്രി പൊതുദർശനമുണ്ടാകും. ശേഷം നാളെ രാവിലെ 9 മണി മുതൽ തിരുവനന്തപുരം ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം നാഷണൽ ഹൈവേ വഴി ആലപ്പുഴയിലേക്ക് തിരിക്കും. രാത്രിയോടെ ആലപ്പുഴ വേലിക്കകത്ത് വീട്ടിലെത്തിക്കും. ബുധനാഴ്ച രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ടാകും. ബുധനാഴ്ച ഉച്ചയോടെ ആലപ്പുഴ വലിയ ചുടുകാടിൽ VSന്റെ മൃതദേഹം സംസ്കരിക്കും. ആംബുലൻസ് കടന്നുപോകുന്ന വഴികളിൽ ജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു.